ആധുനിക യുദ്ധങ്ങൾ വെറും മിസൈലുകളിലോ ഡ്രോണുകളിലോ മാത്രം ഒതുങ്ങുന്നതല്ല. അവ വാർത്താ മാധ്യമങ്ങളിലും സോഷ്യൽ മീഡിയയിലും നയതന്ത്ര മേശകളിലും പലപ്പോഴും വിജയിക്കപ്പെടുന്നത്. പശ്ചിമേഷ്യയിൽ അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം പുതിയ ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ആയുധങ്ങളെക്കാൾ മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ടാണ് ഇറാൻ അമേരിക്കയെ നേരിടുന്നത്. വൈറ്റ് ഹൗസും അമേരിക്കൻ മാധ്യമങ്ങളും ചേർന്ന് കെട്ടിയുയർത്തിയ സമാധാന മെമ്മോറാണ്ടം എന്ന പുകമറയെ ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുഹമ്മദ് ബാഗർ ഗാലിബാഫ് ഒറ്റ പോസ്റ്റിലൂടെ തകർത്തത് ആഗോള രാഷ്ട്രീയത്തിലെ വലിയ ചർച്ചാ വിഷയമാണ്. അമേരിക്കൻ വിദേശ നയം പലപ്പോഴും വിശ്വാസത്തിൽ അധിഷ്ഠിതമാണെന്ന് വരുത്തി തീർത്ത ശത്രുക്കളെ ചതിക്കുഴികളിൽ വീഴ്ത്താറുണ്ട്. ഇതിനെയാണ് ഗാലിബാഫ് ഓപ്പറേഷൻ ട്രസ്റ്റ് മീ ബ്രോ എന്ന് വിശേഷിപ്പിച്ചത്. അമേരിക്ക മുന്നോട്ട് വെച്ച 14 പോയിന്റ് സമാധാന മെമ്മോറാണ്ടം വെറും ചപ്പുകടലാസ് ആണെന്നും അതിന്റെ വ്യവസ്ഥകൾ ഇറാന്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന അടിമത്തമാണെന്നും അദ്ദേഹം തുറന്നു കാട്ടി. യഥാർത്ഥത്തിൽ ഒരു നയതന്ത്ര വിജയം എന്ന നിലയിൽ അമേരിക്ക അവതരിപ്പിച്ച പല കാര്യങ്ങളും സൈനിക പരാജയങ്ങൾ മറച്ചുവെക്കാനുള്ള തന്ത്രമായിരുന്നു. ഹോർമുസ് കടലിടുക്കിൽ നിന്നും നാവിക അകമ്പടി പിൻവലിക്കാനുള്ള ട്രംപിന്റെ തീരുമാനം സമാധാനത്തിന് വേണ്ടിയല്ല, മറിച്ച് ഇറാന്റെ കരുത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ വന്നതുകൊണ്ടാണെന്നും ഇറാൻ വിപ്ലവ ഗാർഡുകൾ വിശ്വസിക്കുന്നു. ഇതിനെ ഒരു സൗഹൃദ നാടകമായി മാറ്റാനാണ് വാഷിംഗ്ടൺ ശ്രമിച്ചത്. ഫ്രഞ്ച് പദമായ ഫോക്സ്, അമേരിക്കൻ മാധ്യമമായ ആക്സിയോസ് എന്നിവ ചേർത്ത് ഗാലിബാഫ് രൂപം നൽകിയ ഓപ്പറേഷൻ ഫോക്സിയോസ് എന്ന പദം ഇന്ന് അമേരിക്കയുടെ മാധ്യമ തന്ത്രങ്ങളെ പരിഹസിക്കാൻ ഉപയോഗിക്കുന്നു. ഇറാനെ സൈനികമായി കീഴ്പ്പെടുത്താൻ സാധിക്കാത്തപ്പോൾ പേര് വെളിപ്പെടുത്താത്ത ഉറവിടങ്ങളെ ഉദ്ധരിച്ച് തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുകയാണ് അമേരിക്കൻ മാധ്യമങ്ങൾ ചെയ്യുന്നത്. ഇതിന്റെ പ്രധാന ലക്ഷ്യം ഇറാന്റെ ആഭ്യന്തര ഐക്യം തകർക്കുക എന്നതാണ്. ചർച്ചകളിൽ പുരോഗതി ഉണ്ടെന്നും ഇറാൻ വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാണെന്നും വരുത്തി തീർത്ത സാധാരണ ജനങ്ങളിൽ തെറ്റായ പ്രതീക്ഷകൾ നൽകുക. താഴത്തിട്ടുള്ള ഇറാൻ ഒരു ഇഞ്ച് പോലും വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായിട്ടില്ല. അമേരിക്കൻ മാധ്യമങ്ങൾ പ്രചരിപ്പിക്കുന്ന ഈ വ്യാജ റിപ്പോർട്ടുകൾ ഇറാന്റെ സമ്പദ് വ്യവസ്ഥയിൽ താൽക്കാലിക ചലനങ്ങൾ സൃഷ്ടിക്കുന്നു. റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെ ഇറാനിയൻ റിയാലിന്റെ മൂല്യം വർദ്ധിക്കുകയും ക്രിപ്റ്റോ കറൻസികളുടെ വില ഇടിയുകയും ചെയ്തു. ഇത് വ്യക്തമാക്കുന്നത് ഇറാനിലെ സാധാരണ ജനങ്ങളെ സാമ്പത്തികമായ മോഹങ്ങൾ നൽകി വഞ്ചിക്കാനും അതിലൂടെ ഭരണകൂടത്തിനെതിരെ തിരിക്കാനുമുള്ള അമേരിക്കയുടെ ഗൂഢാലോചനയാണ്. എന്നാൽ ആത്മാഭിമാനം പണയം വെച്ചുകൊണ്ടുള്ള ഒരു സാമ്പത്തിക നേട്ടം തങ്ങൾക്ക് വേണ്ടെന്ന ഇറാനിയൻ ജനതയുടെ നിലപാട് സാമ്രാജ്യത്വ ശക്തികൾക്ക് കനത്ത തിരിച്ചടിയായി മാറി. അമേരിക്ക മുന്നോട്ട് വയ്ക്കുന്ന പല വ്യവസ്ഥകളും ഒരു പരമാധികാര രാഷ്ട്രത്തിന് അംഗീകരിക്കാൻ കഴിയാത്തതാണ്. ഇറാന്റെ ആണവ സാങ്കേതിക വിദ്യ പൂർണ്ണമായും തകർക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള വ്യവസ്ഥകൾ, ഇറാന്റെ പണം തടഞ്ഞു വെച്ച് അവരെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുക. അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ പോലെയുള്ളവർ ഇറാനിയൻ നേതാക്കളെ വ്യക്തിപരമായി അധിക്ഷേപിക്കുമ്പോൾ നയതന്ത്ര ചർച്ചകളിലെ മാന്യതയാണ് അവിടെ തകരുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഈ പോരാട്ടം കേവലം ഒരു കരാറിലോ ഉടമ്പടിയിലോ അവസാനിക്കുന്നതല്ല. ഇത് രണ്ട് വിഭിന്നമായ ലോകവീക്ഷണങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. ഒരു വശത്ത് ലോകത്തെ ആയുധം കൊണ്ട് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്ന സാമ്രാജ്യത്വവും മറുവശത്ത് ഉപരോധങ്ങൾക്കിടയിലും സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കുന്ന പേർഷ്യൻ വീര്യവും. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ ചിരിച്ചുകൊണ്ട് നിങ്ങളുടെ നുണകൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് പറയാൻ ഗാലിബാഫിന് കഴിയുന്നത് ഇറാന്റെ സൈനികവും ആത്മീയവുമായ കരുത്തുകൊണ്ടാണ്. ഹോർമസ് കടലെടുക്കും പേർഷ്യൻ ഗൾഫും എന്നും ഇറാന്റെ തന്ത്രപ്രധാനമായ കരുത്താണ്. അമേരിക്കയുടെ പടക്കപ്പലുകൾക്ക് ഈ മേഖലയിൽ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയാത്ത സാഹചര്യം ഇറാൻ സൃഷ്ടിച്ചു കഴിഞ്ഞു. ട്രംപ് ഭരണകൂടം നടത്തുന്ന സൗഹൃദ നാടകങ്ങൾ ഇതിനെ മറികടക്കാനുള്ള ശ്രമമാണ്. എന്നാൽ സൈനികമായ പരാജയങ്ങൾ നയതന്ത്ര വിജയമായി ചിത്രീകരിക്കാനുള്ള അമേരിക്കൻ ശ്രമങ്ങളെ ഇറാൻ കൃത്യമായി തുറന്നു കാട്ടുന്നു. അമേരിക്കൻ മാധ്യമങ്ങൾ എങ്ങനെയാണ് ഒരു രാജ്യത്തെ തകർക്കാൻ പുകമറകൾ സൃഷ്ടിക്കുന്നത് എന്നതിന്റെ മികച്ച ഉദാഹരണമാണ് ഓപ്പറേഷൻ ഫോക്സിയോസ്. വാർത്തകൾ നിർമ്മിച്ചെടുക്കുന്നതിലൂടെ ഇറാനിയൻ ജനതയെ തെറ്റിദ്ധരിപ്പിക്കാൻ അവർ ശ്രമിക്കുന്നു. എന്നാൽ ഡിജിറ്റൽ യുഗത്തിൽ ഇറാന്റെ പ്രതിരോധം സോഷ്യൽ മീഡിയയിലൂടെ ലോകത്തിന് മുന്നിലെത്തുകയാണ്. ഗാലിബാഫിന്റെ പോസ്റ്റുകൾ ഇതിന് തെളിവാണ്. അമേരിക്കയുടെ സൈക്കോളജിക്കൽ വാർഫെയറിനെ തങ്ങളുടെ അചഞ്ചലമായ ആത്മവിശ്വാസം കൊണ്ട് നേരിടുകയാണ് ഇറാൻ. ഓപ്പറേഷൻ ഫോക്സിയോസ് പോലുള്ള മാധ്യമ നാടകങ്ങൾ ഇറാന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ വെറും ജലരേഖകൾ മാത്രമാണ്. ആഗോള മാധ്യമങ്ങൾ എന്ത് പ്രചരിപ്പിച്ചാലും പേർഷ്യൻ മണ്ണിലെ യാഥാർത്ഥ്യം ഇറാന്റെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടവീര്യം തന്നെയാണ്. സാമ്രാജ്യത്വത്തിന്റെ ചതിക്കുഴികളിൽ വീഴാതെ സ്വന്തം പരമാധികാരം സംരക്ഷിക്കാൻ ഇറാൻ നടത്തുന്ന ഈ പോരാട്ടം ലോക ചരിത്രത്തിലെ തന്നെ സമാനതകളില്ലാത്ത അധ്യായമായി മാറും. നിങ്ങളുടെ നുണകൾക്ക് ഞങ്ങളെ തോൽപ്പിക്കാനാവില്ല എന്ന ഇറാന്റെ സന്ദേശം പശ്ചിമേഷ്യയിലെ മാറ്റത്തിന്റെ കൊടുങ്കാറ്റായി വീശുകയാണ്. അമേരിക്കൻ അപ്രമാദിത്വം ചോദ്യം ചെയ്യപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ വാക്കുകൾ കൊണ്ടും വാളുകൾ കൊണ്ടും ഇറാൻ നടത്തുന്ന പ്രതിരോധം വരും തലമുറകൾക്കും വലിയൊരു പാഠമായിരിക്കും.